സ്വാമിജി, ഈ ഹത്രാസ് കേസിൽ അറസ്റ്റിലായി UAPA ചുമത്തപ്പെട്ട അറസ്റ്റിലായി നിരവധി മാസങ്ങൾ ജയിലിൽ കഴിഞ്ഞ ശേഷം ജാമ്യത്തിലിറങ്ങിയ സിദ്ദിഖ് കാപ്പൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻ DGP സെൻകുമാറിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. സെൻകുമാറിൻ്റെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചാർജ് ചെയ്ത കേസിനല്ല എനിക്ക് ജാമ്യം ലഭിച്ചത് എന്നാണ് സിദ്ദിഖ് കാപ്പൻ പറയുന്നത്. എന്താണ് ഈ സിദ്ദിഖ് കാപ്പൻ ഇപ്പോൾ ഇങ്ങനെ മുൻ DGP സെൻകുമാറിനെതിരെ രംഗത്ത് വരാൻ കാരണം? സിദ്ദിഖ് കാപ്പൻ എന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു, ഇതൊന്നും പൊതുസമൂഹത്തിൽ പ്രസക്തമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമേ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, അടിസ്ഥാനപരമായിട്ട് അയാൾ ഒരു തീവ്രവാദിയാണ്, ഒരു സംശയവുമില്ല. കോടതിയിൽ കൊടുത്തിരിക്കുന്ന കുറ്റപത്രം അങ്ങ് വായിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നിരവധി പേജുകളുള്ള അതിൽ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ചാറ്റുകൾ അടക്കം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിരവധി പേരുടെ മൊഴികൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും വായിക്കുന്ന ഒരാൾക്കും അദ്ദേഹത്തിന് ഒരു മൂല്യവും കൊടുക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഒരിക്കലും നിഷേധിക്കാൻ വേണ്ടി പറ്റാത്ത തരത്തിലുള്ള തെളിവുകൾ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ കുറ്റപത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പരാമർശങ്ങൾ മുൻ DGPക്കെതിരെ അയാൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് പഴയ കാലത്ത് മലപ്പുറം ഭാഗത്തൊക്കെ പറയും, ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത് എന്ന് പറയും. അന്ന് പറഞ്ഞ പോലെ വിടേണ്ട കാര്യമാണ്. ശ്രീ TP സെൻകുമാർ സാറ് പറഞ്ഞത് ഒരു ആശങ്കയാണ്, കേരളീയ പൊതുസമൂഹത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശങ്ക. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അതായത് ആശങ്ക പങ്കുവച്ചു. അതെ, അദ്ദേഹം പറഞ്ഞത് ഭീകരവാദികൾ, തീവ്രവാദികൾ, അദ്ദേഹം പറഞ്ഞതിൻ്റെ ആശയമാണ് ഞാൻ പറയുന്നത്. ഒരു പരിപാടി വഞ്ചി സ്ക്വയറിൽ വെച്ച് ഹൈക്കോടതിക്ക് മുന്നിൽ വെച്ച് നടത്തുന്നു. നമ്മുടെ എറണാകുളത്ത് റിജാസിനെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. റിജാസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നാഗപ്പൂർ തീവ്രവാദിയാണ്. ഓപ്പറേഷൻ സിന്ദൂറായിട്ട് നടക്കുന്ന സമയത്ത് ഇന്ത്യക്കെതിരെ പോസ്റ്റ് ഇടുകയും പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലെ ചില തീവ്രവാദികളായിട്ട് ചാറ്റ് നടത്തി. ആ ചാറ്റ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാറ്റ് നടത്തുകയും ചെയ്തിരിക്കുന്ന തീവ്രവാദിയെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞു ഇതേ സിദ്ദിഖ് കാപ്പൻ തന്നെ മുഖ്യ പ്രഭാഷകനായിക്കൊണ്ടൊരു പരിപാടി ഉദ്ഘാടകനായിട്ട് വന്നത് സെബാസ്റ്റ്യൻ പോളാണ്. പിന്നെ എണ്ണം പറഞ്ഞ മുരട് മൂർഖൻ പാമ്പ് ടൈപ്പ് എല്ലാ സാധനങ്ങളും അതിൽ പങ്കെടുക്കും എന്നുള്ള രീതിയിൽ ഉള്ള പോസ്റ്ററുകളും ഒക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇത് 2 ദിവസം മുൻപ് തന്നെ ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു. ഞാൻ പ്രകടിപ്പിച്ച ആശങ്ക തന്നെയാണ് ഒന്നുകൂടി വ്യക്തമായിട്ട് സെൻകുമാർ സാർ പ്രകടിപ്പിച്ചത്. ആ പ്രകടിപ്പിച്ചതിൻ്റെ ഒരു പശ്ചാത്തലം, ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പൊതുസമൂഹം ഒരു ശ്രദ്ധയും കൊടുക്കുന്നില്ല. ഈ തീവ്രവാദികൾ നിർബാധം ഒരു പ്രയാസവുമില്ലാതെ ഇവിടെ പ്രതിഷേധങ്ങളൊന്നുമില്ലാതെ, അതെ, ഒരു ബാധയുമില്ലാതെ, ഒരു തടസ്സങ്ങളുമില്ലാതെ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ആശയപ്രചരണങ്ങളും ഒക്കെ നടത്തുന്നു. തീർത്തും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ, നിയമപരമായിട്ട് കോടതിയിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളിൽ പോലും പൊതുസമൂഹത്തിൽ അലോസരമുണ്ടാക്കുന്നു. ഇതിനെതിരെ ശബ്ദിക്കേണ്ട സംഘടനകൾ പോലും നിശബ്ദമാക്കപ്പെടുന്നു. ഇതിലുള്ള ആശങ്കയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇത് കേരളത്തിലല്ല ഇത്തരം പരിപാടികൾ കേരളത്തിന് പുറത്തധികം ഇല്ല. ഇപ്പൊ കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിൽ ശബ്ദിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന സംഘടനകൾ പോലും നിശബ്ദമാക്കപ്പെടുന്നു എന്നുള്ള ഈ ആശങ്ക അദ്ദേഹമല്ല ആദ്യമായിട്ട് പങ്കുവെച്ചത്. നിരവധി ആൾക്കാർ പങ്കുവെച്ചിട്ടുണ്ട്. സാറ് പങ്കുവെച്ചതിന് അതേ ദിവസം തന്നെ മുന്നേ രാവിലെ ഞാൻ പങ്കുവെച്ചിട്ടുണ്ട് ഇതേ വിഷയം. അപ്പോൾ നിരവധി ആളുകൾ പങ്കുവെച്ചത് സാറും പങ്കുവെച്ചു. സാറ് പിന്നെ അതിലൊരു ആശങ്ക കൂടെ പറഞ്ഞു എന്ന് വെച്ചാൽ, ചില ആളുകളൊക്കെ ഇത്തരത്തിലുള്ള നിശബ്ദമാക്കാൻ കെൽപ്പുള്ള സ്ഥാനങ്ങളിൽ കയറി പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്ന് കൂടി സാറ് പറഞ്ഞു. ഇത്രയാണ് സെൻകുമാർ സാറ് പറഞ്ഞത്. അത് സെൻകുമാർ സാർ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ, അദ്ദേഹം മുൻ DGP എന്നുള്ള രീതിയിൽ പറഞ്ഞതെന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല. ഒരു സാധാരണ പൗരൻ്റെ ആകുലതയും ആശങ്കയുമാണ് ഈ വിഷയത്തിൽ. നിർബാധം തീവ്രവാദികളൊക്കെ റോഡിലിറങ്ങി പ്രകടനവും പ്രതിഷേധവും, കുറ്റവാളികളൊക്കെ വെറുതെ വേണം എന്നൊക്കെ പറയാൻ വേണ്ടി തുടങ്ങി. എന്താണ് അവസ്ഥ? നിങ്ങൾക്ക് കുറ്റവാളിയല്ല എന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ കോടതിയെ അപ്രോച്ച് ചെയ്യൂ, വക്കീലന്മാരെ വെച്ചിട്ട് ആ കാര്യം ചെയ്യൂ. ഇത്തരത്തിൽ രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള പ്രവണതകളൊക്കെ നീങ്ങിപ്പോയി. സത്യത്തിൽ ഇതൊരു രാഷ്ട്രവിരുദ്ധ പ്രവണത കൂടിയാണ്. അതെ, രാഷ്ട്രത്തിൻ്റെ നിയമ സംവിധാനങ്ങളിലൂടെ
കൃത്യമായിട്ടുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള സംവിധാനങ്ങളിലൂടെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നീക്കമാണിത്. അത് രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവണത കൂടിയാണ്. ഇതിൽ ആശങ്കയുണ്ട്. ഈ രാഷ്ട്രവിരുദ്ധ പ്രവണതകൾക്കെതിരെ ശബ്ദിക്കുന്ന എല്ലാവരും പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സംഘടന BJP ആണ്. BJP മിണ്ടിയില്ല എന്നുള്ള ഒരു ധ്വനിയാണ് അദ്ദേഹത്തിൻ്റെ മുഴങ്ങിയിട്ടുള്ളത്. ഈ കാര്യം ഒരു ചാനൽ വലിയ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു. സിദ്ദിഖ് കാപ്പനെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയ സെൻകുമാർ സാർ എന്ന് പറഞ്ഞു. സെൻകുമാർ സാർ അധിക്ഷേപ പരാമർശം നടത്തിയില്ല. സെൻകുമാർ സാർ പറഞ്ഞത് നിർണായക സ്ഥാനങ്ങളിൽ ചില വ്യക്തികൾ, സിദ്ദിഖ് കാപ്പനുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യക്തികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ നിശബ്ദമാക്കപ്പെടുന്നത്. ഇത് ഗുണകരമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ സിദ്ദിഖ് കാപ്പൻ്റെ പോസ്റ്റ് എന്ന് പറഞ്ഞത് അതാണ് ഏറ്റവും മലിനമായിട്ടുള്ളൊരു പോസ്റ്റ്. അദ്ദേഹം പറയാണ്, അദ്ദേഹം എന്നൊക്കെ പറയാമെന്ന് അറിഞ്ഞൂടാ, ഒരു തീവ്രവാദ താല്പര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളെ കുറിച്ച്. അയാൾ പറയുന്നത് സെൻകുമാർ സാറ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജാമ്യം തന്ന കേസല്ല എൻ്റേത്. തീവ്രവാദ കേസിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജാമ്യം കിട്ടില്ലെന്ന് ആർക്കും അറിയാത്തത് കുറ്റമല്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജാമ്യം കൊടുക്കാവുന്ന കേസല്ല തീവ്രവാദ കേസ്. ഇയാളുടെ പേരിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കേസ് വളരെ ഗുരുതരമാണ്. കുറ്റപത്രം വായിക്കാത്ത ആളുകളാണ് ഈ ചാനലുകളിൽ കിടന്നിട്ട് ഇത്രയും ബഹളം കൂട്ടുന്നത്, ഈ ലഹള കൂട്ടുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ആ കുറ്റപത്രം ഒന്ന് മറിച്ച് നോക്കണം. നിങ്ങൾക്ക് ആർക്കും നിഷേധിക്കാൻ വേണ്ടി പറ്റാത്ത അത്രയും കൃത്യമായ തെളിവുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴ് പത്രപ്രവർത്തക സംഘടനയ്ക്ക് അതിൻ്റെ കോപ്പികൾ സംഘടിപ്പിച്ച് മനസ്സിരുത്തി വായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പല ആളുകൾക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ വേറെ സിദ്ദിഖ് കാപ്പൻ പറഞ്ഞത്, എന്നിട്ട് മറ്റൊരു കാര്യം കൂടെ ചെയ്തു. എനിക്ക് BJPയിൽ പിന്നെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഡൽഹിയിൽ പത്രപ്രവർത്തകനായിരുന്ന സമയത്ത് എനിക്ക് സുഹൃത്തുക്കളുണ്ട്. അവരുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. എന്നിട്ട് അയാളുടെ പേര് കൂടെ പറഞ്ഞു. ഈ സെൻകുമാർ സാർ അയാളുടെ പേര് പറഞ്ഞിട്ടില്ല, ആരുടെ പേര് പറഞ്ഞില്ല. പേര് അനാവരണം ചെയ്തത് സിദ്ദിഖ് കാപ്പനാണ്. സത്യത്തിൽ അവർ തമ്മിലുള്ള ഒരു ബന്ധത്തെ പൊതുസമൂഹത്തിലേക്ക് എത്തിച്ച് ഈ സിദ്ദിഖ് കാപ്പൻ തന്നെയാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ ഇത് മൂടിപ്പിടിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന് അടിസ്ഥാനമുണ്ട്. ആ ബന്ധങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ പൊതുമണ്ഡലങ്ങളിൽ ഉണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡൽഹിയിലൊക്കെ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ അറിയാം. ഒരു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന പ്രമുഖനായിട്ടുള്ള ഒരു അഭിഭാഷകന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കോക്കസാണത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പശ്ചാത്തലമൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെയൊക്കെ പേരുകള് പിന്നെ സിദ്ദിഖ് കാപ്പൻ തന്നെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ ഇത് മാത്രമല്ല, ഈ സിദ്ദിഖ് കാപ്പൻ എന്താ മറ്റ് BJP നേതാക്കളുടെയും RSS നേതാക്കളുടെ സുഹൃത്തുക്കളാണ്. RSS നേതാക്കളുടെയും ഒക്കെ പേര് പറയായിരുന്നത്. അതും കൂടെ പറയണ്ടേ. ഈ BJP ഓഫീസിലുള്ള ഒരാളുടെ പേര് മാത്രം പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയെന്താണ്? ഇതേ സിദ്ദിഖ് കാപ്പൻ മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കേസിൽ നിരവധി BJP RSS സുഹൃത്തുക്കൾ സഹായകമായിട്ട് വന്നിട്ടുണ്ട്, അവരെന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഇതേ സിദ്ദിഖ് കാപ്പൻ മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവകാശവാദങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ വെട്ടിലാക്കി ഇപ്പോഴും എന്ന് മാത്രമാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. സെൻകുമാർ സാറിനെ ചോദ്യം ചെയ്യാനുള്ള എന്ത് ക്രെഡിബിലിറ്റിയാണ് ഇയാൾക്കുള്ളത്? ഒന്നുമില്ല, ഇല്ല എന്ന് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സാമാന്യമായിട്ട് കൊടുക്കാവുന്ന ഒരു വില നിങ്ങൾ കൊടുക്കുമ്പോൾ പോലും ഈ കുറ്റപത്രം ഒന്ന് വായിക്കുമ്പോൾ കുറ്റപത്രത്തിൽ കാണുന്ന എവിഡൻസ്, ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന എവിഡൻസുകൾ, വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ അതിലുണ്ട്, വാട്സപ്പ് ചാറ്റുകളുടെ കണ്ടന്റുകൾ അതിലുണ്ട്. അത് വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, വാട്സപ്പ് ചാറ്റുകൾ ഈ പറഞ്ഞിരിക്കുന്ന പേരുകാരുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെയും ഉള്ള വാട്സപ്പ് ചാറ്റുകളുണ്ട്. പല കാരണങ്ങളാൽ അത് ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിരവധി സാധനങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ കേസിന് വേണ്ടി മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോഴും അതിൻ്റെ കുറ്റപത്രത്തിൻ്റെ ഭാഗമാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു നിൽക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. അപ്പോൾ കണ്ണികൾ വളരെ വലുതാണ്. ഈ കാര്യങ്ങളിലൊന്നും തന്നെ ന്യായമായിട്ട് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും നമ്മുടെ നിയമവാഴ്ചയും അട്ടിമറിക്കാന്നല്ല. സിദ്ദിഖ് കാപ്പന്റെ കേസിലായിക്കോട്ടെ, മീഡിയ വണിന്റെ കേസിലായിക്കോട്ടെ, ആഭ്യന്തര വകുപ്പും നിയമകാര്യ വകുപ്പും തമ്മിൽ കോർഡിനേഷൻ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ അനാവശ്യമായിട്ടുള്ള പ്രവണതകൾ, താല്പര്യങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട് ചില ആളുകൾക്ക് എന്ന് നിരീക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്.
ഈ കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയാം, ഞാൻ കൃത്യമായിട്ട് കത്തുകൾ എഴുതുകയും എന്തൊക്കെയോ തീർച്ചയായിട്ടും ഈ ഒന്നുകിൽ വരാവുന്ന ഒരു കാര്യം ആഭ്യന്തര മന്ത്രാലയം, നിയമകാര്യ മന്ത്രാലയം ഒക്കെ ആയിട്ട് ഉള്ള കമ്മ്യൂണിക്കേഷൻ ശരിയല്ല. അല്ല എങ്കിൽ നിയമകാര്യ മന്ത്രാലയത്തിൽ വെച്ചോ ആഭ്യന്തരകാര്യ മന്ത്രാലയത്തിൽ വെച്ചോ ആരൊക്കെയോ എന്തൊക്കെയോ ചില ഇടപെടലുകൾക്ക് വശപ്പെട്ടു. കോടതികളിൽ വക്കീലന്മാരുടെ തലത്തിലാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തലത്തിലാവാം, ഉദ്യോഗസ്ഥലങ്ങളിലാവാം, എന്തൊക്കെ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാവുന്ന ഒരു സന്ദർഭമാണിത്. അതുകൊണ്ട് അത്ര കോടതി ജാമ്യം കൊടുത്തു, കോടതി എന്തെങ്കിലും കൊടുത്തു എന്ന് വെച്ചിട്ട് ഇതൊന്നും ശരിയാണ്, കേസ് തീരില്ല. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇയാള് ജാമ്യത്തിന്റെ വ്യവസ്ഥകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ ജാമ്യ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ് പ്രത്യക്ഷത്തിൽ തന്നെ ഈ കാര്യങ്ങൾ. ജാമ്യ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇയാൾ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വെങ്ങരയിൽ 1 കോടിയോളം രൂപ കള്ളപ്പണം പിടിക്കപ്പെട്ടത്. വെങ്ങരയിൽ പിടിക്കപ്പെട്ടപ്പോൾ പറയണം, വെങ്ങരയിലും പരിസരത്തും വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കള്ളപ്പണം എന്നാണ് പ്രതിയായിരിക്കുന്ന ആൾ പറഞ്ഞത്. അതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. ഈ ഓരോ പ്രാവശ്യവും ഓരോ സ്ഥലത്തൊക്കെ ക്യാഷ് എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള സമരങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വേങ്ങരയിൽ വന്നിരിക്കുന്ന ഈ കള്ളപ്പണം അത്ര നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. അയാളെ വളരെ കൃത്യമായിട്ടും ചോദ്യം ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ചേർത്ത് പറയുവാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.